ഓച്ചിറ ഓമനക്കുട്ടൻ സംഘത്തിന്റെയും ഈ വർഷത്തെ ഏറ്റവും പ്രിയ കലാസ്നേഹികളെ, ഓച്ചിറ ഓമനക്കുട്ടൻ സംഘത്തിന്റെയും ഈ വർഷത്തെ ഏറ്റവും പുതിയ കഥാപ്രസംഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ കഥ നടക്കുന്നത് ഇന്ത്യയിലല്ല, കേരളത്തിലായിരിക്കും. കേരളത്തിലല്ല, കണ്ണൂരിൽ തന്നെ. നിന്റെ നാട്ടിലല്ല, കൊച്ചി. അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെയും അല്ല. എവിടെയാണെന്ന് പറയണം. ഞങ്ങളുടെ കഥ നടക്കുന്നത് ഒന്റാരിയോ എന്ന പ്രദേശത്തെ കേംബ്രിഡ്ജ് എന്ന കൊച്ചു ഗ്രാമം. കളകളാരോ മുഴക്കി ഒരുങ്ങുന്ന ഗ്രാൻഡ് റിവറും പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന മേപ്പിൾ വൃക്ഷങ്ങളും നടന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് തിരുവാതിരയില്ലാത്ത ഓണാഘോഷം. സിമ്പലായിരുന്നു. ആ കേംബ്രിഡ്ജിലെ എൽജിൻ സ്ട്രീറ്റിലെ 107-ാം നമ്പർ വീട്. ആ വീടിന്റെ കോലായിൽ അന്തം വിട്ട് കുന്തം വീഴിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടില്ലേ? അദ്ദേഹമാണ് എന്റെ കഥയിലെ നായകൻ ശ്രീ മത്തായി കുട്ടി. അയാൾക്ക് എന്താ പറ്റി? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഹലോ മത്തായി ചേട്ടാ, ഒന്നിങ്ങോട്ട് വരിക. എന്താ പ്രശ്നം? തിരുവാതിര ഇല്ലേ ഈ വർഷം? എന്റെ ഒരു ആശയം, സദ്യക്ക് സാമ്പാറ്, കെട്ടിന് താലി, ഇതുപോലെയാണല്ലോ ഓണത്തിന് തിരുവാതിര. പക്ഷേ ഈ വർഷം സമാജത്തെ ഓണത്തിന് തിരുവാതിര അവതരിപ്പിക്കാൻ ആളില്ല. ലോങ് ഡിസ്റ്റൻസ് വിളിച്ച് എൻ്റെ വീട്ടിലെ ബില്ല് കൂടി. അവസാനം കൈയായിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. തിരുവാതിര അറിയാവുന്ന നാട്ടിൽ പോയിട്ട്, അതായത് നാട്ടിൽ പോയി തിരുവാതിര അറിയാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാൻ. പക്ഷെ ഭാര്യ